നമസ്കാരം. ഓം സഹനാഭവതു സഹനോ പുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാമതീതവസ്തു മാ വിദ്വിഷാദവഹൈ. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ യോഗയുടെ മറ്റൊരു ദിവസത്തേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം യോഗിക് പ്രാക്ടീസ് ചെയ്യുന്നതിന് കടന്നു വരുന്നത് ജോയലും അതേപോലെ തന്നെ അനന്തകൃഷ്ണനുമാണ്. നമ്മൾ എല്ലാ തവണയും ചെയ്ത ആസനാസിന്റെയും പ്രാണായാമങ്ങളുടെയും ഒരു ചെറിയ റെപ്പീറ്റേഷനും അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പുതിയ പ്രാണായാമ സെക്ഷൻസിന്റെ പഠനവും നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ സാധ്യമാക്കുന്നുണ്ട്. നമുക്കറിയാം, യോഗ എന്നത് ഒരു ജീവിതചര്യയാണ്. പലപ്പോഴും പലരും അവർ അനുഭവിക്കുന്ന ജീവിത കാലഘട്ടങ്ങളിൽ അവർക്കുണ്ടാകുന്ന രോഗങ്ങളുടെയൊക്കെ തോത് വളരെയധികം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. രോഗാവസ്ഥയിൽ ഉള്ള ഒരു ശമനം കാത്താണ് യോഗയിലേക്ക് പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നു വരുന്നത്. ശരിക്കും യോഗ എന്നത് ഒരു ജീവിത രീതിയാണ്. പെട്ടെന്നുള്ള ഒരു രോഗശമനം അല്ല യോഗയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് രോഗങ്ങളില്ലാത്ത അവസ്ഥയിൽ ശരീരത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമാക്കുന്ന ഒരു ജീവിതക്രമം തിട്ടപ്പെടുത്തുക എന്നതാണ് നമ്മുടെ യോഗയും ഇന്നത്തെ ഈ പ്രാണായാമ സെക്ഷൻസ് ക്ലാസ്സുകളും നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യവും. കർമ്മസു കൗശലം എന്ന യോഗയെ ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ യോഗ ചിത്തവൃത്തി നിരോധ കൂടിയാണ്. മാനസികമായ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും നിങ്ങൾക്കൊരു ഏകാഗ്രത നൽകുകയും അതേപോലെ തന്നെ എല്ലാ പ്രക്രിയകളെയും ഒരേ സമയത്ത് ക്രോഡീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ ശരീരത്തെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എപ്പോഴും അപ്പോൾ അവിടെ യോഗയുടെ ലക്ഷ്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. നമ്മൾ ഓരോ ദിവസവും വിചിന്തനത്തിന് വേണ്ടി യോഗയുടെ ഓരോ ഭാഗങ്ങളെ സമീപിപ്പിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് യമവും നിയമത്തെയും പറ്റിയുള്ള വിചിന്തനങ്ങളാണ്. നമ്മൾ സത്യവും ആസ്തേയവും ഒക്കെ പഠിക്കുകയുണ്ടായി. ഇന്നലെ നമ്മൾ ഈശ്വര പ്രതിനിധാനത്തെ പറ്റി പഠിച്ചു. ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ഈ കാര്യങ്ങൾ, ഓരോ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങളെല്ലാം ആസനത്തിലേക്കും അതേപോലെ തന്നെ പ്രാണായാമങ്ങളിലേക്കുമുള്ള ഒരു യാത്രയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാജയോഗമാണ് ഇവിടെ അനുഷ്ഠിക്കുന്നത്. അതിൽ ഹഠയോഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാണായാമ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം യമത്തിലും നിയമത്തിലും അടിസ്ഥാനപ്പെട്ട് ഉള്ളതായിരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട്. നമുക്ക് പതിവ് പോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ലൂസിങ് എക്സസൈസ്, ശിഥിലീകരണ വ്യായാമങ്ങളിലേക്ക് കടക്കാം. അതിനുശേഷം ബാക്കി ഉള്ള ഭാഗങ്ങൾ നമുക്ക് ആരംഭിക്കാം. അതിനാദ്യം തന്നെ ഞാൻ അനന്തകൃഷ്ണനെ വിളിക്കുകയാണ്. അനന്തകൃഷ്ണൻ ഉണ്ടോ ഓൺലൈനില്? ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത ശിഥിലീകരണ വ്യായാമങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. ശിരസ് മുതൽ പാദം വരെയുള്ള വ്യായാമ പ്രക്രിയകളാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. നമുക്കറിയാം, യോഗയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗമാണ് ലൂസിങ് എക്സസൈസുകൾ എന്നത്. ശരീരത്തെ യോഗ ചെയ്യുന്നതിന് വേണ്ടി, യോഗ ആസനാസ് ചെയ്യുന്നതിന് വേണ്ടി പൊരുത്തപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പതിവ് പോലെ നെക്ക് ബെൻഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് കാൽപാദങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന ലൂസിങ് എക്സസൈസ് വരെ ചെയ്യുകയാണ്. ആദ്യം കൈകൾ ഇരുവശങ്ങളിലും ഹിപ്പിന്റെ സൈഡിലായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നു. ദെൻ നെക്ക് ബെൻഡിങ് ഫ്രണ്ട് സൈഡ് 1. നെക്ക് ഫ്രണ്ടോട്ട് ബെൻഡ് ചെയ്ത് നിങ്ങളുടെ താടിയെല്ല് ചെസ്റ്റേല് ചേർത്ത് വെക്കുന്നു. അതിനുശേഷം 2 ബാക്ക് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് നിങ്ങളുടെ വ്യൂ മാക്സിമം ബാക്ക് സൈഡിൽ കിട്ടത്തക്ക വിധത്തിൽ ബെൻഡ് ചെയ്യുന്നു. അഗൈൻ 1, 2, ഓക്കെ, നോർമൽ പൊസിഷൻ. നമ്മൾ 2 എണ്ണം വെച്ചാണ് ഓരോ ലൂസിങ് എക്സസൈസും ചെയ്യുന്നത്. നിങ്ങൾ വൈകുന്നേരം പരിശീലിക്കുമ്പോൾ 3 എണ്ണം വരെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ സൈഡ് ബെൻഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് വലത് ചെവി, വലത് ഷോൾഡറെ ടച്ച് ചെയ്യിക്കുന്നു. 1, 2,
2 ലെഫ്റ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് ഇടത് ചെവി ഇടത് ഷോൾഡറിൽ ടച്ച് ചെയ്യിക്കുന്നു. Again 1 2 1 ഓക്കെ, നോർമൽ പൊസിഷൻ. നെക്ക് റൊട്ടേഷൻ ആണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് 1 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താടിയല്ല ചെസ്റ്റോട് ചേർന്നിരിക്കണം. നിങ്ങളുടെ ബാക്ക് സൈഡ് വ്യൂ മാക്സിമം കിട്ടത്തക്ക രീതിയിലായിരിക്കണം റൊട്ടേഷൻ ചെയ്യേണ്ടത്. താടിയല്ല ചെസ്റ്റോട് ചേർന്ന് ഉരസി വേണം നിങ്ങളുടെ നെക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, 2 ഓപ്പോസിറ്റ് സൈഡ് ഇടതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അധികം നേരം ഒരേ സൈഡിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യരുത്. ആരംഭ കാലഘട്ടത്തിൽ യോഗ പരിശീലിക്കുന്നവരാണെങ്കിൽ ചെറിയ തലകറക്കമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഓവറായിട്ട് ഒരു സൈഡിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, നോർമൽ പൊസിഷൻ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ഹാൻഡ് റൊട്ടേഷൻ ആണ്. കൈകൾ മടക്കി കൈകളുടെ തള്ളവിരലുകൾ ഷോൾഡറിന്റെ സൈഡിൽ സപ്പോർട്ട് കൊടുത്ത് ഫ്രണ്ട് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് 1 360 ഡിഗ്രി റൊട്ടേഷൻസ് നമുക്കിവിടെ ലഭ്യമാകണം. ചെസ്റ്റിന്റെ ഭാഗത്തെ മസിൽസിന് മാക്സിമം ലൂസിങ് കിട്ടത്ത രീതിയിലായിരിക്കണം നമ്മുടെ എക്സസൈസ്. ഓക്കെ, 2 ബാക്ക് സൈഡ്. ഓക്കെ, നോർമൽ പൊസിഷൻ. റിലാക്സ്. നമ്മളിനി ഫുൾ ഹാൻഡ് റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. കൈകൾ രണ്ടും ഇരുവശങ്ങളിലോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആദ്യം കൈകൾ മുമ്പോട്ട് നീട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് സൈഡിലോട്ടുള്ള റൊട്ടേഷൻ ആണ്. സ്റ്റാർട്ടിങ് 1 കൈകൾ റൊട്ടേറ്റ് ചെയ്യുക. കൈകൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈകൾ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ കൂട്ടി ഉരസാൻ പാടില്ല. നിങ്ങളുടെ കൈയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം മുകളിലും താഴെയും എത്തുമ്പോൾ സെയിം ആയിരിക്കണം. 2 ഓപ്പോസിറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. പിറകുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, നോർമൽ പൊസിഷൻ. റിലാക്സ്. അപ്പൊ നമ്മൾ ഫുൾ ഹാൻഡ് റൊട്ടേഷൻസ് കഴിഞ്ഞു. ഇനി രണ്ട് കൈകൾ മുമ്പോട്ട് നീട്ടി പിടിക്കുന്നു. ഫസ്റ്റ് പൊസിഷൻ, നിങ്ങളുടെ വിരലുകൾ എല്ലാം നിങ്ങളുടെ ഫേസിന്റെ ഭാഗത്തേക്ക് നിവർത്തി വലിച്ചു പിടിക്കുക. സെക്കൻഡ് പൊസിഷൻ, കൈമുഷ്ടി ചുരുട്ടുന്നു. കൈമുഷ്ടി ബലമായി ചുരുട്ടുന്നു. മയൂരാസനം പോലുള്ള മറ്റ് ആസനാസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളുടെ ബലങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടി വളരെയധികം സഹായിക്കുന്നു. കയ്യിലെ പല ഭാഗങ്ങളുള്ള മസിൽസിനും ഒരു ലൂസിങ്ങുമാണ്. അതേപോലെ അത് സ്ട്രെങ്തേൺ ചെയ്യിക്കുന്നതിനും സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു ലൂസിങ് എക്സസൈസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഗോയിങ് ടു 1 കൈകൾ നിവർത്തുന്നു. വിരലുകളെല്ലാം നിങ്ങളുടെ ഫേസിന്റെ സൈഡിലേക്ക് മാക്സിമം പ്രൊജക്റ്റ് ചെയ്യിക്കുന്നു. Then 2 കൈമുഷ്ടി ചുരുട്ടുന്നു. Again 1 2 ഓക്കെ, റിലാക്സ്. ഇനി വലതുകാല് രണ്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് കോർത്ത് പിടിക്കുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാൽമുട്ട് ചെസ്റ്റോട് ചേർത്ത് പിടിക്കുന്നു. 2
അഗൈൻ 1. ബ്രീത്ത് ഇൻ ചെയ്ത് കാലുകൾ നിവർത്തി കൊണ്ടുവരുന്നു. 2. ബ്രീത്ത് ഔട്ട് ചെയ്ത് വീണ്ടും ചെസ്റ്റോട് ചേർത്തി പിടിക്കുന്നു. ഈ പൊസിഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് പശ്ചിമോത്താസനം നമുക്ക് ലഭ്യമാക്കുന്ന അതേ ലൂസിങ് എക്സസൈസുകളാണ്, അതേ ബെനിഫിറ്റ്സ് ആണ്. അഗൈൻ 1. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുന്നു. നമ്മുടെ പാൻക്രിയാസ് മുതലുള്ള അവയവങ്ങൾക്ക് ഒരു സ്റ്റിമുലേഷൻ നൽകുന്നതിന് വേണ്ടിയും ശ്വസന പ്രക്രിയയെ വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ് നമ്മളിപ്പോൾ ചെയ്ത ഈ ലൂസിങ് എക്സസൈസ്. ഇനി നമ്മുടെ കാല് ചേഞ്ച് ചെയ്യുകയാണ്. ഇടത് കാല് 2 കൈകളും ഉപയോഗിച്ചുകൊണ്ട് കോർത്ത് പിടിക്കുന്നു. ഫസ്റ്റ് പൊസിഷൻ. നന്നായിട്ടൊന്ന് നോർമൽ ബ്രീത്ത് എടുക്കുന്നു. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാൽമുട്ട് ചെസ്റ്റോട് ചേർത്ത് പിടിക്കുന്നു. 2. അഗൈൻ 1. 2. 1. Once more. 2. 1. ഓക്കെ, നോർമൽ പൊസിഷൻ. ഇനി നമ്മൾ കാൽപാദത്തിന്റെ റൊട്ടേഷനിലൂടെ ശീതീകരണ വ്യായാമം അവസാനിപ്പിക്കുകയാണ്. വലത് കാൽ ഉയർത്തി പിടിക്കുന്നു. കാൽപാദം റൈറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. 1. 2. ഓപ്പോസിറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. 'ഓക്കെ, റിലാക്സ്. ഇനി ഇടതുകാല് ഉയർത്തി ഇടതുവശത്തേക്ക് കാൽപാദം റൊട്ടേറ്റ് ചെയ്യുന്നു. 1. 2. വലതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, റിലാക്സ്. അപ്പൊ നമ്മള് ഇപ്പോൾ ശീതീകരണ വ്യായാമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അല്പനേരം സംസ്ഥിതിയിൽ ഒന്ന് നിൽക്കേണ്ടതുണ്ട്. എല്ലാവരും സംസ്ഥിതി പൊസിഷനിൽ നിൽക്കുക. സംസ്ഥിതി പൊസിഷൻ നമുക്കറിയാം. നിന്നുകൊണ്ട് നമ്മൾ ഏത് ആസനാസ് ചെയ്യുമ്പോഴും നമ്മൾ സംസ്ഥിതി പൊസിഷനിലാണ് നിൽക്കുന്നത്. കാലുകൾ വട്ടച്ചൂടെടുത്ത് കാലിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 feet ആക്കി ക്രമീകരിക്കുകയും കൈകൾ ബാക്ക് സൈഡിൽ ഹോൾഡ് ചെയ്യുകയും തല പിറകോട്ടിട്ട് നോർമൽ ബ്രീത്ത് എടുക്കുകയും ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ശ്രദ്ധ മൊത്തം നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിലായിരിക്കണം. യോഗയിലെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ വായുവാണ്. വായുവിന്റെ നിയന്ത്രണമാണ് നമ്മൾ പ്രാണശക്തിയിലൂടെ സാധ്യമാക്കുന്നത്. കണ്ണുകൾ അടയ്ക്കുന്നു. നോർമൽ ബ്രീത്തിലൂടെ വളരെ സാവധാനം ശരീരത്തെ വിശ്രമിക്കാൻ അനുവദിക്കുക. സംസ്ഥിതി പൊസിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്തു പോകുന്നത് ആസനാസിലേക്കാണ്. അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജോയലാണ്. ബ്രീത്തിങ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് ആസനാസും ചെയ്യുന്നത്. കാരണം യമവും നിയമവും ആസനവും കഴിഞ്ഞതിന് ശേഷമാണ് പ്രാണായാമ അഭ്യാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള കുറച്ച് ആസനാസ് ചെയ്യുന്നു. അത് പ്രാണശക്തിയുമായി കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. അതിലൂടെ പ്രാണായാമത്തിലേക്കുള്ള ലൂസിങ് എക്സസൈസും ഒരു എക്സസൈസുമായി മാറുന്നു. വീണ്ടും നമ്മൾ 4 പ്രാണായാമങ്ങളെ പഠിക്കുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ ജോയൽ ക്യാമറ ഓൺ ആക്കുക. ജോയൽ ഓണാക്കി. കാണത്തില്ലേ? ഓക്കെ, കാണാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ചെയ്ത 2 ആസനാസിന്റെ റെപ്പറ്റീഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ 2 ആസനാസ് പുതിയതായിട്ട് ചെയ്യുകയും കൂടെ ചെയ്യും. നമ്മളെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കോവിഡിന്റെ 2ാം തരംഗം ശക്തിയായ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സന്ദർഭം ഒരുക്കുന്നതിന് വേണ്ടിയും സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കുന്നതിന് വേണ്ടിയുമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എന്നാൽ ഏറ്റവും ലളിതമായ 4 ആസനാസിന്റെ പരിശീലനമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ചെയ്യുന്നത് വൃക്ഷാസനമാണ്. ധ്യാനങ്ങൾക്കും പ്രാണായാമങ്ങൾക്കും മുമ്പും വളരെയധികമായി അനുഷ്ഠിക്കുന്ന ഒന്നാണ് വൃക്ഷാസനം.
നമ്മളെല്ലാവരും ഉള്ള ഒരു പോസ്റ്റർ കൂടിയാണ്. വൃക്ഷാസനം ചെയ്യുന്നതിന് വേണ്ടി വലത് കാല് മടക്കി ഇടത് കാലിന്റെ മുട്ടിന് മുകളിലേക്ക് വെക്കുക. അതിനുശേഷം കൈകള് ഇരുവശങ്ങളിലൂടെ മുകളിലേക്ക് കൊണ്ടുവന്ന് കൈകൾ കൂപ്പുന്നു. കൈകൾ കൂപ്പുമ്പോൾ നിങ്ങളുടെ കൈയുടെ മുട്ടുകൾ മടങ്ങാൻ പാടില്ല. കൈകൾ ചെവിയോട് ചേർന്നിരിക്കണം. നോർമൽ ബ്രീത്ത് എടുക്കുന്നു. ബ്രീത്ത് എടുക്കുമ്പോൾ നിങ്ങളുടെ ഉദരഭാഗത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെസ്റ്റിന്റെ ഭാഗം ഉപയോഗിച്ച് ബ്രീത്ത് എടുക്കുന്നത് കുറയ്ക്കുകയും ഉദരഭാഗം ഉപയോഗിച്ചുള്ള ബ്രീത്തിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ഡയഫ്രോം അതേപോലെ ശ്വാസകോശത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും വളരെയധികമായിട്ടുള്ള ഉത്തേജനവും ശരിയായ ഉപയോഗവും സാധ്യമാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വളരെ സാവധാനം കൈകൾ റിലീസ് ചെയ്യുന്നു. അതിനുശേഷം കാലും റിലീസ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഇടതുകാൽ മടക്കി വലതുകാലിന് മുകളിൽ വെക്കുന്നു. അതിനുശേഷം ഇരുവശങ്ങളിലൂടെ കൈകൾ മുകളിലേക്ക് കൊണ്ടുവന്ന് വൃക്ഷാസനം നമ്മൾ ചെയ്യുന്നു. കൈകൾ കൂപ്പുന്നു. കൈകൾ രണ്ടും അതത് ചെവിയോട് ചേർന്നിരിക്കണം. പ്രാരംഭഘട്ടത്തിൽ വൃക്ഷാസനം ചെയ്യുന്നവർ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് കാല് മടക്കി വെക്കണമെന്ന് നിർബന്ധമില്ല. കാല് എത്രത്തോളമാണോ മടങ്ങി നിങ്ങളുടെ മുട്ടിന് മുകളിലായിട്ട് വരുന്നത് അത്രയും വെച്ചാൽ മതി. അപ്പോൾ കൂടുതൽ നേരം നിങ്ങൾക്ക് വൃക്ഷാസനം ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സമയങ്ങളിലാണ്. ഇത് നിങ്ങൾക്ക് 1 മണിക്കൂറോളം ഓരോ പൊസിഷൻസും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ പരിശീലിക്കാവുന്നതാണ്. ഓക്കെ, ഇരുവശങ്ങളിലൂടെ വളരെ സാവധാനം നമ്മൾ കൈകൾ റിലീസ് ചെയ്യുകയാണ്. വളരെ സാവധാനം കാലുകളും റിലീസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തത് വൃക്ഷാസനമാണ്. ഒരു തവണയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം, ഒരു സൈഡ് ചെയ്താൽ മറ്റു സൈഡും ചെയ്യണം. ഇട പിങ്കള എന്ന 2 കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് യോഗാശാസ്ത്രത്തെ നമുക്കിടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ സന്തുലിതാവസ്ഥ, നമ്മുടെ ശാരീരിക സന്തുലിതാവസ്ഥ നടപ്പാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന യോഗയിലെ ഓരോ ആസനത്തിന്റെയും പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഭാഗം ചെയ്താൽ മറ്റു സൈഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയതായി പഠിക്കുന്ന താടാസനം എന്ന് പറയുന്ന പോസ്റ്ററാണ്. താടാസനം വളരെയധികമായിട്ട് നമ്മുടെ ശരീരത്തെ സ്ട്രെച്ചിങ്ങിന് സഹായിക്കുന്നു. നമ്മുടെ ഉയരത്തെയും ഉയരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റിമുലേഷൻസ് നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം ശ്വസന പ്രക്രിയയും വളരെയധികമായിട്ട് സഹായിക്കുന്നു. നിങ്ങളുടെ ലങ്സ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും താടാസനം വളരെയധികം സഹായിക്കും. അപ്പൊ താടാസനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കാലുകൾ വട്ടച്ചൂടെടുത്താണ് നിൽക്കുന്നത്. അതിനുശേഷം ഇരുവശങ്ങളിലൂടെ കൈകൾ മുകളിലോട്ട് ഉയർത്തി കൈകൾ കൂപ്പുന്നു. കൈമുട്ടുകൾ മടങ്ങാൻ പാടില്ല. കൈകൾ അതത് ചെവികളോട് ചേർന്നിരിക്കണം. അതിനുശേഷം കൈകൾ തിരിച്ച് ജോയിൻ ചെയ്ത് മുകളിലേക്ക് പിടിക്കുന്നു. കൈകൾ തിരിച്ച് ജോയിൻ ചെയ്ത് മുകളിലേക്ക് പിടിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആദ്യം കൈകൾ കൂപ്പുന്നു, പിന്നെ ജോയിൻ ചെയ്ത് തിരിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു. ഓക്കെ, അതിനുശേഷം കാലിന്റെ ടോയിൽ ഉയർന്നു നിൽക്കുക. ഇതാണ് താടാസനം. ഇനി സാധിക്കുന്നവർ അതത് കൈ ജോയിൻ ചെയ്ത ഭാഗത്തേക്ക് നോക്കുക. നമ്മളിവിടെ ഷോർട്ട് ബ്രീത്ത് എടുത്താണ് നിൽക്കുന്നത്. ലോങ് ആയിട്ട് ബ്രീത്ത് എടുക്കുന്നില്ല. നമ്മൾ കുറച്ചു നേരം നിൽക്കുന്നതിന് വേണ്ടി ഷോർട്ട് ബ്രീത്ത് എടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ സാവധാനം കൈകൾ ജോയിൻ ചെയ്ത കൈകൾ തിരിച്ച് കൂപ്പുന്നു. അതിനുശേഷം ഇരുവശങ്ങളിലൂടെ വളരെ സാവധാനം താത്തുന്നു. ദെൻ കാലിന്റെ ടോയിൽ നിന്ന് കാൽപാദം വെച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് താടാസനം വളരെ പെട്ടെന്ന് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു. അതിനുശേഷം കൈകൾ കൂപ്പി ജോയിൻ ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പിടിച്ച്
കാലിന്റെ ടോയിൽ ഉയർന്നു നിന്ന് കൈകളിലേക്ക് നോക്കുന്നു. അങ്ങനെ താടാസനം വീണ്ടും നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈകള് തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. കാലിന്റെ ടോയിൽ നിന്നുള്ള നിൽപ്പ് കാൽപാദത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, സാധാ പൊസിഷൻ. അപ്പൊ നമ്മൾ താടാസനം ചെയ്തു. ബ്രീത്തിങ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ താടാസനവും ചെയ്തത്. ഇനി ചെയ്യാൻ പോകുന്നത് ത്രികോണാസനം എന്ന് പറയുന്ന പോസ്റ്ററാണ്. ത്രികോണാസനം നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന എന്നാൽ വളരെ ലളിതമായ ഒരു ലൂസിങ് എക്സസൈസ് ആണ്. ത്രികോണാസനത്തിന്റെ മറ്റൊരു വർഗഭേദമാണ് നമ്മൾ കാണുന്ന വിപരീത ത്രികോണാസനം എന്ന് പറയുന്ന പോസ്റ്റർ. പിരമിഡ് പോസ്റ്റർ എന്ന രീതിയിലൊക്കെ ത്രികോണാസനവും വിപരീത ത്രികോണാസനവും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാലുകൾക്ക് ഇടയിൽ മസിൽസിന് വളരെയധികം ലൂസിങ്ങിന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ബ്രീത്തിങ്ങിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്ത ചെറിയ ചെറിയ പ്രാണായാമങ്ങളിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ ഫുൾ ബോഡിക്ക് വേണ്ടിയുള്ള ഒരു ലൂസിങ്ങിന് കിട്ടുന്നതിന് വേണ്ടിയാണ്. നമ്മൾ സാവധാനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മുടെ ആസനാസ് പ്രാണായാമ സെക്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ സംസ്ഥിതി പൊസിഷനിൽ നിൽക്കുന്നു. കാലുകൾ അല്പം വൈഡായിട്ട് വെക്കുന്നു. ദെൻ വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് വലത് കാൽപാദത്തിൽ പിടിക്കുന്നു. ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ഇടത് കൈയുടെ ഉള്ളം ഭാഗത്തേക്ക് നോക്കുന്നു. ദിസ് ഈസ് യുവർ ഫസ്റ്റ് പൊസിഷൻ. ദെൻ ബ്രീത്ത് എടുത്തുകൊണ്ട് നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. രണ്ട് കൈകളും നിവൃത്തി സൈഡിലേക്ക് പിടിക്കുന്നു. ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഇടത് കൈ ഉപയോഗിച്ചുകൊണ്ട് ഇടത് കാൽപാദത്തിൽ പിടിച്ച് വലത് കൈയുടെ ഉള്ളം ഭാഗത്തേക്ക് നോക്കും. ഓക്കെ, അഗെയിൻ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നോർമൽ പൊസിഷനിൽ വന്ന് വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് വലത് കാൽപാദത്തിൽ പിടിക്കും. അഗെയിൻ നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വിപരീത ത്രികോണാസനമാണ്. നിങ്ങളിത് കുറച്ച് തവണ കൂടെ റിപ്പീറ്റേഷൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വിപരീത ത്രികോണാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇടത് കാൽപാദത്തിലാണ് പിടിക്കുന്നത്. അതിനുശേഷം ഇടത് കൈയുടെ ഉള്ളം ഭാഗത്തേക്ക് നോക്കുന്നു. നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ വളരെയധികം കുറയ്ക്കുന്നതിന് വേണ്ടിയും പാൻക്രിയാസ് സ്റ്റിമുലേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയും ശ്വസനം കുറെ കൂടി കറക്റ്റ് ശരിയായ ദിശയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയും സഹായിക്കും. അപ്പൊ നമ്മൾ വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് ഇടത് കാൽഭാഗത്തിൽ പിടിക്കുകയും ഇടത് കൈയുടെ ഉള്ളം ഭാഗത്തേക്ക് നോക്കുകയും ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നോർമൽ പൊസിഷനിൽ തിരിച്ചു വരുന്നു. ഇടത് കൈ ഉപയോഗിച്ചുകൊണ്ട് വലത് കാൽപാദത്തിൽ പിടിക്കുന്നു. അതിനുശേഷം വലത് കൈയുടെ ഉള്ളം ഭാഗത്തേക്ക് നോക്കുന്നു. ഇതാണ് നമ്മുടെ വിപരീത ത്രികോണാസനം. ഇത് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യണം. നിങ്ങൾക്ക് 3 മുതൽ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റേഷൻ ചെയ്യാം. നമ്മുടെ ഈ ഒരു മീറ്റ് വളരെയധികം ലെങ്ത് ആകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ വെച്ച് ഈ സെക്ഷൻസ് നിർത്തുകയാണ്. അപ്പൊ നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രാണായാമങ്ങളാണ്. അതിനുവേണ്ടി അനന്തനെ വീണ്ടും ക്ഷണിക്കുന്നു. അനന്തകൃഷ്ണൻ. ഓക്കെ, പ്രാണായാമം നമ്മൾ അനുഷ്ഠിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആദ്യമായി കൈകൾ നന്നായിട്ട് ഒന്ന് കൂട്ടിയുരസുക. കൈയുടെ ഉള്ളം ഭാഗമായിരിക്കണം നന്നായിട്ട് കൂട്ടിയുരസേണ്ടത്. അതിനുശേഷം കണ്ണുകൾ അടച്ച് വളരെ സാവധാനം ഉള്ളംകൈ ചൂടായതിനു ശേഷം ഉള്ളംകൈ നിങ്ങളുടെ കണ്ണുകളിലേക്ക് വെക്കുകയും കവിൾത്തടത്തിലൂടെ അല്പം തലോടി താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുക. നിങ്ങളുടെ മുഖഭാഗത്തെ രക്തപ്രവാഹം വളരെ നോർമൽ ആക്കുന്നതിന് വേണ്ടി
ഒരു ഉന്മേഷം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയും സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ഒരു വ്യായാമം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ അനുഷ്ഠിക്കാൻ പോകുന്ന നമ്മുടെ പ്രാണായാമങ്ങളിൽ നിങ്ങൾക്ക് വജ്രാസനത്തിലോ അർദ്ധവജ്രാസനത്തിലോ അതുപോലെ പത്മാസനത്തിലോ സുഖാസനത്തിലോ അനുഷ്ഠിക്കാവുന്നതാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന പൊസിഷൻസ് ആണ്. വിശിഷ്ടമാസനമായ പത്മാസനത്തിലാണ് സാധാരണ നമ്മളെല്ലാം പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാറ്. പക്ഷെ ഈ 4 സെക്ഷനിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രാണായാമം എന്ന് പറയുന്നത് കപാലഭാതി പ്രാണായാമമാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ, സൂചിപ്പിക്കുന്നത് പോലെ കപാലഭാതി പ്രാണായാമം ഒരു സമയത്ത് ക്രിയയായിട്ടും പ്രാണായാമമായിട്ടും അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറ്റുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ശ്വസന പ്രക്രിയയിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് കപാലഭാതി. നമ്മുടെ ദഹന വ്യവസ്ഥ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഒരു പരിധിയിൽ അധികമായി കപാലഭാതി പ്രാണായാമങ്ങൾ ചെയ്യുന്നുണ്ട്. ഗ്യാസ് ട്രബിൾസ് തുടങ്ങിയ പല രോഗങ്ങൾക്കും ഒരു ശമനം കൂടിയാണ് കപാലഭാതി പ്രാണായാമം. ഓക്കെ, നമ്മൾ ഇടത് കൈ ചിന്മുദ്രയിൽ പിടിക്കുന്നു. ചിന്മുദ്ര അറിയാം, തള്ളവിരലും അതിന് കഴിഞ്ഞു വരുന്ന വിരലും ചേർത്ത് പിടിച്ച് ബാക്കി 3 ഫിംഗേഴ്സ് മുകൾ ഭാഗത്തേക്ക് ഉയർത്തി പിടിച്ചു വെക്കുന്നു. ഇതേപോലെയാണ് ചിന്മുദ്ര ഇരിക്കുന്നത്. ഓക്കെ, ദെൻ വലത് കൈ വയറിനോട് ചേർത്ത് വെക്കുന്നു, ഉദരഭാഗത്തോട് ചേർത്ത് വെക്കുന്നു. കുംഭകം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. മാക്സിമം ബ്രീത്ത് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നു, ഉദരഭാഗം വീർത്തു വരുന്നു. ഓക്കെ, ഇനി 10 കൗണ്ടേഴ്സിലൂടെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒന്നുകൂടി ഒരിക്കൽ കൂടി നമ്മളിത് ചെയ്യുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് ബ്രീത്ത് ഇൻ ചെയ്യുന്നു. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10. അപ്പൊ നമ്മൾ കുംഭകം എന്ന് പറയുന്ന അവസ്ഥ നിന്ന് ഷോർട്ട് ബ്രീത്ത് വഴി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പ്രാണശക്തിയുടെ മറ്റൊരു പ്രാണായാമം നമ്മളിവിടെ അനുഷ്ഠിച്ചു, കപാലഭാതി പ്രാണായാമം. നിങ്ങൾക്കിത് വീടുകളിൽ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന പ്രാണായാമം നാഡീശുദ്ധി പ്രാണായാമമാണ്. നാഡീശുദ്ധി പ്രാണായാമം നമ്മൾ പറഞ്ഞു, അനുലോം വിലോം പ്രാണായാമവും നാഡീശുദ്ധി പ്രാണായാമവും പല രീതിയിൽ പല ആശ്രമങ്ങളിൽ ചെയ്യാറുണ്ട്. നമ്മളിവിടെ അനുലോം വിലോം പ്രാണായാമവും ചെയ്യുന്നുണ്ട്, നാഡീശുദ്ധി പ്രാണായാമവും ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇടതു കൈ ചിന്മുദ്രയിൽ തന്നെ പിടിക്കുന്നു. അതിനുശേഷം വലത് കൈയുടെ തള്ളവിരൽ കഴിഞ്ഞു വരുന്ന 2 വിരലുകൾ മടക്കുകയും ബാക്കി 2 വിരലിൽ നിവർത്തി പിടിക്കുകയും ചെയ്യുന്നു. ദെൻ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് വലത് മൂക്ക് അടയ്ക്കുന്നു. ഇടതു മൂക്കിലൂടെ മാക്സിമം ബ്രീത്ത് ഇൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. മാക്സിമം ബ്രീത്ത് ഇൻ ചെയ്യുന്നു. അതിനുശേഷം ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു. ബാക്കി 2 വിരലുകളും ഉപയോഗിച്ച് ഇടതു മൂക്കും അടച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു. ദെൻ ഇടതു മൂക്ക് തന്നെ ഓപ്പൺ ചെയ്ത് ഇടതു മൂക്കിലൂടെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സാവധാനം 1:2 റേഷ്യോയാണ്. ഒരു സെക്കൻഡിലൂടെയാണ് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തെങ്കിൽ 2 സെക്കൻഡിലൂടെ വേണം ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, വീണ്ടും ഇടതുമൂക്ക് അടച്ച് വലതുമൂക്ക് തുറക്കുന്നു. ദെൻ വലതുമൂക്കിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുന്നു. മാക്സിമം ബ്രീത്ത് ഇൻ ചെയ്യുക. നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിനുശേഷം ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു. ദെൻ വളരെ സാവധാനം വലതുമൂക്കിലൂടെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ്. അഗെയിൻ വലതുമൂക്കിലൂടെ വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുന്നു. മൂക്കുകൾ അടയ്ക്കുന്നു. വലതുമൂക്കിലൂടെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യും. ഇടതുമൂക്കിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുന്നു.
ഇടത് മൂക്ക് അടയ്ക്കുന്നു. വളരെ സാവധാനം ഇടത് മൂക്കിലൂടെ തന്നെ ബ്രീത്ത് ഇൻ ചെയ്യും, ബ്രീത്ത് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു പ്രാണായാമവും പൂർത്തീകരിച്ചിരിക്കുന്നു. ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം നേരം നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യരുത്. കാരണം അധികം നേരം ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഒന്ന് ഓക്സിജന്റെ ലെവലും ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവലും ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ നിങ്ങളുടെ ബ്ലഡിലെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു. അതൊരു ടോക്സിക് അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ നേരം നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യരുത്. യോഗയിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ഇപ്പോൾ 1 സെക്കൻഡിലൂടെയാണ് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തതെങ്കിൽ മാക്സിമം 2 സെക്കൻഡ് നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. 2 to 4 സെക്കൻഡ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓവർ നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. അത് വിപരീതമായ ഒരു ഫലപ്രാപ്തി ആയിരിക്കും നിങ്ങൾക്ക് നൽകുക എന്നത് ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് അനുലോം വിലോം പ്രാണായാമമാണ്. ഇടത് കൈ ചിന്മുദ്രയിൽ തന്നെ പിടിക്കുന്നു. അതിനുശേഷം വലത് കൈ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തള്ളവിരൽ കഴിഞ്ഞു വരുന്ന 2 വിരലും മടക്കി വലത് തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് വലത് മൂക്ക് അടയ്ക്കുകയും ഇടത് മൂക്കിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ഇടത് മൂക്ക് ക്ലോസ് ചെയ്യുന്നു. വലത് മൂക്കിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യും. എഗൈൻ വലത് മൂക്കിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുന്നു. മൂക്ക് അടയ്ക്കുന്നു. ഇടത് മൂക്കിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യും. എഗൈൻ ഇടത് മൂക്കിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുന്നു. ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു. വലത് മൂക്കിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഭ്രമരി പ്രാണായാമം എന്ന് പറയുന്ന പ്രാണായാമ സെക്ഷനാണ്. ഭ്രമരി പ്രാണായാമം നമുക്കറിയാം, വണ്ട് മൂളുന്ന ശബ്ദത്തിലൂടെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ന്യൂറോണിന് നല്ലധികം സ്റ്റിമുലേഷൻ നൽകുന്ന ഒരു പ്രാണായാമമാണ് ഭ്രമരി പ്രാണായാമം. ശ്വസന പ്രക്രിയയോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിനെയും മസ്തിഷ്ക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുമുള്ള ഒരു പ്രാണായാമം കൂടിയാണ് ഭ്രമരി പ്രാണായാമം. ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ബാലൻസിങ് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. അതോടൊപ്പം തന്നെ അൾഷിമേഴ്സ് തുടങ്ങിയ പല രോഗങ്ങൾക്കും ഒരു പരിഹാരം എന്ന വണ്ണം നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന ഒരു പ്രാണായാമ സെക്ഷനാണ് ഭ്രമരി പ്രാണായാമം. അതിൻ്റെതായ ശ്രദ്ധയിലൂടെ വേണം നമ്മൾ ഭ്രമരി പ്രാണായാമം ചെയ്യാൻ. ഭ്രമരി പ്രാണായാമം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അത് എഫക്റ്റീവ് ആവുന്നത് മൂളുന്ന ശബ്ദത്തിലൂടെ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴാണ്. എന്ന ആ ഒരു മൂളുന്ന ശബ്ദത്തിലൂടെ വേണം നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി. എങ്കിൽ മാത്രമേ ഒരു വൈബ്രേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി അതത് കൈകളുടെ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് ചെവികൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന 3 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുന്നു. പിന്നെ വരുന്ന ചെറുവിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മൂക്ക് ഭാഗികമായി അടയ്ക്കുന്നതും തുറക്കുന്നതും. നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുന്നു. ഉദരഭാഗമാണ് വികസിച്ചു വരേണ്ടത്. ഉദരഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ബ്രീത്തിങ് ഇവിടെ നടപ്പിലാക്കുന്നത്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നു. അതിനുശേഷം ചെറുവിരൽ ഉപയോഗിച്ചുകൊണ്ട് മൂക്ക് ഹോൾഡ് ചെയ്ത് അല്പനേരം ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു. ദെൻ ചെറുവിരലുകൾ അല്പം അകത്തി വളരെ സാവധാനം മൂളുന്ന ശബ്ദത്തിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ്. ഈ ഒരു മൂളുന്ന ശബ്ദത്തിലൂടെയാണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തത്. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുന്നു. ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു. ദെൻ മൂളുന്ന ശബ്ദത്തിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു.
അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഭ്രമരി പ്രാണായാമം വളരെയധികമായിട്ട് അനുഷ്ഠിച്ചു വരുന്നത്. കൈകൾ നന്നായിട്ടൊന്ന് കൂട്ടിയിറക്കുന്നു, കണ്ണുകളോട് ചേർത്ത് വെക്കുന്നു, കവിളത്തടത്തോടെ ഒന്ന് ഉറച്ചും. നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കാൻ പോകുന്ന നമ്മുടെ ഇന്നത്തെ ഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം എന്ന് പറയുന്ന യോഗയുടെ വിശിഷ്ടമായ ഒരു ഭാഗത്തെ പറ്റി. നമ്മളെല്ലാവരും കേട്ടു പഴകിയ ഒരു വാക്കുകൂടിയാണ് ബ്രഹ്മചര്യം. വിവാഹം കഴിക്കാതെയുള്ള ജീവിതചര്യയല്ല യോഗയിൽ ബ്രഹ്മചര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗാശാസ്ത്രപ്രകാരം ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ, അതിലെ ഓരോ അവയവങ്ങളെയും അതിൻ്റെതായ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, ദുർവിനിയോഗം ചെയ്യാതിരിക്കുക എന്ന അർത്ഥത്തിലാണ് യോഗയിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്, അതിൻ്റെതായ ഉപയോഗമുണ്ട്. ഒരവയവവും ഉപയോഗക്ഷമത അല്ലാത്തതായി ഇല്ല. അപ്പോൾ അതിന് അതിൻ്റെതായ ഉപയോഗം എന്തോ അതിൻ്റെതായ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം കൊണ്ട് സമൂഹത്തിനും സാമൂഹികപരമായ എല്ലാ മേഖലയ്ക്കും നന്മ ചേർത്തക്ക രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നതൊക്കെയാണ് ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് യോഗയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ പണ്ട് കേട്ടുപഴകിയ ബാച്ചുലർ ലൈഫ് എന്ന കൺസെപ്റ്റ് ഓറിയന്റഡ് അല്ല ബ്രഹ്മചര്യം എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ യോഗ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം നമുക്ക് കൂടുതൽ പ്രാണായാമങ്ങളായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.